ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. NEP 2020. നിങ്ങൾ പലരും ഇത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം, ചില കേട്ടിട്ടുണ്ടാവില്ല. എന്താണ് NEP? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. നമ്മുടെ 1982 ഇതിനുള്ള കരട് നിയമം പാസ്സാക്കിയത്. അതിനുശേഷം പിന്നീട് 1992 ഇതിൽ മാറ്റം വരുത്തിയത്. അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ജൂലൈ 2020 NEP പുതിയ നിയമങ്ങൾ, പുതിയ ബില്ല് പാസ്സാക്കുകയാണ് ചെയ്തത്. വളരെയധികം സമഗ്രമായിട്ടുള്ള വ്യത്യാസങ്ങൾ എഡ്യൂക്കേഷൻ ഫീൽഡിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം കൊണ്ട് തന്നെയാണ് ഈ ഒരു ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. ഇത് 2023-24 അധ്യയന വർഷം നടപ്പിലാക്കുകയാണ്. ഇതിനെ ഘട്ടം ഘട്ടമായിട്ടാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ 4 ഘട്ടത്തിൽ ആദ്യത്തെ ഫൗണ്ടേഷൻ സ്റ്റേജാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു യൂഷ്വൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കിൻഡർ ഗാർഡൻ, ദെൻ LKG, UKG അല്ലേ, അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത്. ഇതിൽ ഇപ്പം ഇപ്പോഴത്തെ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം 5, 3, 3, 4 എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ ആദ്യത്തെ 5 വർഷം ഈ ഒരു പീരീഡ് വളരെ എഫക്റ്റീവായിട്ടാണ് ഇതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ കുട്ടികൾക്ക് കൂടുതൽ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ ആക്കി കൊടുക്കുക, അതുപോലെ തന്നെ കൂടുതൽ കളികളിലൂടെ പഠിപ്പിക്കുക. ഇതിലൂടെ എല്ലാം കുട്ടികൾക്ക് സംഖ്യകളായിട്ടും മറ്റുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയും കുട്ടികൾ നന്നായി പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി, അവരെ കെയർ ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി ആണ് ഈ ആദ്യത്തെ ഒരു 5 വർഷം. അതിൽ അവസാനം വരുന്ന 2 വർഷം കുട്ടികൾക്ക് കൂടുതലും സംഖ്യകളിലേക്കും മറ്റുള്ള കളികളിലൂടെ, അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൂടെ അവരുടെ ക്രിയേറ്റീവ് തിങ്കിങ്ങും മറ്റുള്ള ഏരിയാസും ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് ഉള്ളത്. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിപ്പറേറ്ററി സ്റ്റേജാണ്. പ്രിപ്പറേറ്ററി സ്റ്റേജിൽ കൂടുതലും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കൊടുത്താണ് അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കൂടുതലും നമ്മൾ തിയറിറ്റിക് ബേസിക്കും അല്ലെങ്കിൽ നമ്മൾ വെറുതെ വായിച്ച് പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അവർക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കൊടുത്തു കഴിയുമ്പോൾ അവരുടെ കഴിവുകൾ കൂടുതൽ എന്താ പറയുക, കുട്ടികൾ നല്ല സ്കിൽഫുള്ളായിട്ട് വളരുക എന്നുള്ളൊരു സിസ്റ്റത്തിലേക്കാണ് കൊണ്ടുവരാൻ പോകുന്നത്. അതാണ് പ്രിപ്പറേറ്ററി സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 3 തൊട്ട് 5 വരെയുള്ള ഗ്രേഡുകളിലാണ് ഈ പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി വരുന്നത് മിഡിൽ സ്റ്റേജാണ്. അതിൽ കുട്ടികൾ 6 തൊട്ട് 8-8ാം ക്ലാസ് വരെയാണ് മിഡിൽ സ്റ്റേജ് വരെ. ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് കൂടുതൽ ചിന്താശേഷി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ രീതിയിലുള്ള സബ്ജക്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവരെ അതിലേക്ക് എക്സ്പോസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആ രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, ആ ഒരു കഴിവാണ് ഈ ഒരു അവസരത്തിൽ ഇംപ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇനി വരുന്ന ത്രിഭാഷാ സൂത്രവാക്യം എന്നൊരു മെത്തേഡിലൂടെ കുട്ടികളെ ഒരു ഭാഷയും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാത്ത ഒരു സിസ്റ്റമാണ് ഈ ഒരു എഡ്യൂക്കേഷൻ പോളിസി മുമ്പോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ എഡ്യൂക്കേഷൻ മാതൃഭാഷയിൽ തന്നെ പഠിക്കാനുള്ള ഒരു സൗകര്യവും ഈ പോളിസി നമുക്ക് വിഭാവനം ചെയ്ത് തരുന്നുണ്ട്. ഇനി വരുന്ന ഈ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം 4 വർഷം ഡിഗ്രി ആയിരിക്കും. അതിൽ തന്നെ കുട്ടിക്ക് 2 ഡിഗ്രി എടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഈ ഒരു പോളിസി മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ 4 വർഷത്തിനിടയിൽ 2 വർഷം കഴിയുമ്പോൾ ഡിസ്കണ്ടിന്യൂ ആവുകയാണെങ്കിൽ ഡിപ്ലോമ എന്നും, വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഡിഗ്രി എന്നും ഉള്ള രീതിയിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും എൻട്രിയും എക്സിറ്റും അലൗ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോളിസിയാണ്, ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഈ NEP 2020 മുമ്പോട്ട് വയ്ക്കുന്നത്. കൂടാതെ തന്നെ വിദേശ സർവകലാശാലകൾ ഇനി ഇന്ത്യയിലേക്ക് വരികയും അവരിവിടെ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കുകയും അവിടെ ഇന്ത്യൻ സ്റ്റുഡൻസിന് പഠിക്കാനുള്ളൊരു സൗകര്യവും NEP 2020 പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്സ്ഫോർഡ് പോലെയുള്ള വളരെ ഉയർന്ന നിലയിലുള്ള ഹൈ റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റികൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വരും. ഇന്ത്യയിലേക്ക് വന്ന് നമ്മളുടെ ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റുഡൻസിന് അത്തരം യൂണിവേഴ്സിറ്റികൾ പഠിക്കാനുള്ളൊരു സൗകര്യവും NEP-യിലൂടെ ഉണ്ടാകാൻ പോവുകയാണ്. വൊക്കേഷണൽ വിദ്യാഭ്യാസം അടിമുടി മാറാൻ പോവുകയാണ്. NEP 2020-യിലൂടെ
ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയും മറ്റുള്ള NGO മുഖേനയും വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഇതിൻ്റെ ഒരു ഭാഗമാവുകയാണ്. 2050 കൂടി 50% സ്റ്റുഡൻസിനെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമാക്കുക എന്നുള്ളൊരു ഉയർന്ന ചിന്തയും ഈ NEP മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഗ്രോത്ത് എൻറോൾമെൻറ്റ് റേഷ്യോ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഡിസ്റ്റൻസ് ലേണിംഗ് അത് വിപുലീകരിക്കുക എന്നുള്ള ലക്ഷ്യവും NEP മുമ്പോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇത്രയും നാൾ നമ്മൾ ശീലിച്ചിരുന്ന, നമ്മൾ കണ്ടുവന്നിരിക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് അടിമുടി ഒരു മാറ്റമാണ് NEP 2020 വിഭാവനം ചെയ്യുന്നത്. ഇതിലൂടെ നമ്മളുടെ സ്കിൽ, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, കൂടുതൽ ഡിജിറ്റൽ ടെക്നോളജിയിലൂടെ പഠനം, ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക, ഇൻ്റർനാഷണൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ പവർ ആവുക എന്നുള്ളൊരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ ഒരു NEP 2020 എന്ന പോളിസി പാസ്സാക്കിയിരിക്കുന്നത്. താങ്ക് യു.